വെരി ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള എല്ലാ 24-ന്റെ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ഇന്ന് 2025 ജനുവരി 8 ബുധനാഴ്ചയാണ്. കൊല്ലവർഷം പറഞ്ഞാൽ കൊല്ലവർഷം 1200 അല്ലേ? 1200. ധനു 24 മലയാളമാസം. അപ്പം ഒരുപാട് വാർത്തകളുള്ള ദിവസമാണ്. നല്ല കളകളനാദമൊക്കെ കേട്ട് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഇപ്പോൾ വേളി ടൂറിസ്റ്റ് വില്ലേജിലാണ്, തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട്. എല്ലാത്തിലേക്കും വരാം. ഒരിക്കൽ കൂടി സ്വാഗതം. യെസ്, അപ്പോ മോർണിംഗ് വാക്കിൽ നമ്മൾ നേരത്തെ പ്രവിധ പറഞ്ഞതുപോലെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള വേളി ടൂറിസം ഗ്രാമത്തിലാണ്. വളരെ മനോഹരമായ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആണ് ഇതെന്ന് പറയാതെ വയ്യ. കാരണം അത്രമേൽ മനോഹരമായ ഒരുപാട് ഇടങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, നഗരത്തിൽ നിന്നും ഒരുപാട് വെളിയിലല്ല ഈ വേളി എന്ന് പറയുന്ന സ്ഥലവും ഇവിടുത്തെ ഈ ടൂറിസം ഗ്രാമവും. അവിടെ എന്തൊക്കെ ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ടത് ഒരു ഈ ഗ്രാമത്തിനകത്തൂടെ അല്ലെങ്കിൽ ഈ പാർക്കിനകത്തൂടെ പോകുന്ന ഒരു റെയിൽവേ ട്രാക്കാണ് അല്ലേ? അത് ഒരുപാട് മറ്റ് കാഴ്ചകളൊക്കെ ഉണ്ട്. അവിടെ നല്ല ഭംഗിയുള്ള കാഴ്ചയുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ പ്രേക്ഷകരെ കൊണ്ടുപോകാം. വയനാട്ടിലേക്കാണ്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് CPIM. ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം ഇടെയാണ് KPCCയുടെ ഉപസമിതി ഇന്ന് വയനാട്ടിൽ ചേരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, TN പ്രതാപൻ, സണ്ണി ജോസഫ്, K ജയന്ത് എന്നിവരുൾപ്പെട്ട സമിതിയാണ് തെളിവെടുപ്പ് നടത്തുക. സുർജിത്ത് അയ്യപ്പത്താണ് കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നത്. സുർജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യ അത് കോൺഗ്രസിനെ പിടിച്ചുലച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ചതാണ്, ഈ 4 അംഗ സമിതിയെ. പക്ഷേ അതിന് പിന്നാലെയാണ് ഈ ആത്മഹത്യാ കുറിപ്പടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. അത് വലിയ രാഷ്ട്രീയ ആയുധമായി CPM മറുഭാഗത്ത് ഉയർത്തിയിട്ടുമുണ്ട്. ഇന്ന് നൈറ്റ് മാർച്ച്, അതേസമയം കോൺഗ്രസിന്റെ ഉപസമിതി അവിടെ എത്തുന്നുമുണ്ട്. എന്താണ്, ഏത് രീതിയിലാണ്, ആരുടെയൊക്കെ മൊഴിയെടുക്കും, വീടുകളിലേക്ക് പോകുന്നു എന്നൊക്കെ നേരത്തെ വ്യക്തമായതാണ്. നേതാക്കൾക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ ഈ ആത്മഹത്യാക്കുറിപ്പിൽ അടക്കം ഉള്ളപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? പ്രജിൻ, പ്രവിത, ഗുഡ് മോർണിംഗ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ KPCC പ്രസിഡന്റ് നിർദ്ദേശിച്ച ഉപസമിതിയാണ് ഇന്ന് വയനാട്ടിലേക്ക് എത്തുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, ഒപ്പം തന്നെ TN പ്രതാപൻ, സണ്ണി ജോസഫ്, K ജയന്ത് എന്നിവരുൾപ്പെട്ട 4 അംഗ സമിതിയാണ് തെളിവെടുപ്പിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തുന്നത്. രാവിലെ 10 മണിയോടെ DCC ഓഫീസിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഇതിനുശേഷം പാർട്ടി നേതാക്കളുമായി കൂടിയാലോചന നടത്തും. അതിനുശേഷം NM വിജയന്റെ വീട്ടിലേക്ക് എത്തുമെന്നുള്ളതാണ് പറയുന്നത്. പാർട്ടിയിൽ നിന്ന് നീതി ലഭിച്ചിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണം നിലനിൽക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഉപസമിതി അന്വേഷണവുമായി എത്തുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട്, അതോടൊപ്പം തന്നെ വിജയന്റെ ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ളവരുടെ അറസ്റ്റ് ആവശ്യപ്പെട്ടും CPIM ഇന്ന് വൈകിട്ട് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. CPM ഇത് ശക്തമായ രീതിയിലുള്ള രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ്. തുടർന്ന് മനുഷ്യചങ്ങല അടക്കമുള്ള സമരപരിപാടികളിലേക്ക് കടക്കുകയാണ് CPIM. അതിൽ വിജയന്റെ ആത്മഹത്യാക്കുറിപ്പും അതോടൊപ്പം തന്നെ ഈ കത്തുകളുമെല്ലാം തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് നീക്കം നടത്തുന്നുണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ളവരിൽ നിന്ന് മൊഴിയെടുക്കാനും പോലീസും വിജിലൻസും തീരുമാനമെടുത്തിട്ടുണ്ട്. ഒപ്പം ഈ ഇതിൽ കയ്യക്ഷരമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കാരണം ഈ കുറിപ്പിലെ കയ്യക്ഷരം അത് താരതമ്യം പഠനം നടത്തുന്നതിനായി കോടതിയിൽ അതിനായുള്ള അപേക്ഷ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് സംഘം എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 4 പരാതിക്കാരുടെ മൊഴി ഇതിനകം തന്നെ വിജിലൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പീറ്റർ ജോർജ്, ബിജു, പത്രോസ്, ഐസക് എന്നിവരുടെ മൊഴിയാണ് ഇതിനകം തന്നെ വിജിലൻസ് സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 4 പേരും നിയമനത്തിനായി പണം NM വിജയന് കൈമാറി എന്നുള്ള തരത്തിലുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത്. NM വിജയനിൽ നിന്ന് പണം എവിടേക്ക് പോയി എന്നതിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരാതിക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം പരിശോധിക്കാനുള്ള നീക്കം നടത്തുകയാണ് അന്വേഷണ സംഘം എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ കൂടുതൽ പരാതിക്കാർ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ളതിലും അന്വേഷണം തുടരുന്നുണ്ട്. പ്രജിൻ, പ്രവിത. സുജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. എന്തായാലും ഇന്ന് ഉപസമിതി എത്തുന്നതോടുകൂടി ആ വിഷയം അത് കൃത്യമായി കോൺഗ്രസ് രേഖപ്പെടുത്തും എന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് അതിൽ പ്രതികരണങ്ങളൊക്കെ ഇന്നുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. മറ്റൊരു വാർത്ത, വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ നടി ഹണി റോസിന്റെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, IT ആക്ട് അടക്കം ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ബോബി ചെമ്മണ്ണൂർ ഹാജരായില്ല എങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കും. നടിക്കെതിരെ അശ്ലീല കമന്റിട്ട 30 പേർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. ഇതിലൊരാളെ അറസ്റ്റ് ചെയ്യുകയും
ബാക്കിയുള്ളവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട്. സൈബർ സെല്ലിന്റെ കൂടി സഹായത്തോടെയാണ് ഈ അന്വേഷണം. ആ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. അപ്പൊ ഞാനൊന്ന് താഴ്ന്ന് നമ്മുടെ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പറന്നുപോയി. അപ്പം അതുകൊണ്ട് ഈ സ്ഥലത്തിന് പ്രത്യേകതയാണത്. കാരണം വളരെ അടുത്താണ് വിമാനത്താവളം, വളരെ അടുത്താണ് തിരുവനന്തപുരം നഗരം. പക്ഷേ ആ നഗരത്തിൽ നിന്നൊക്കെ മാറി, ആ തിരക്കിൽ നിന്നൊക്കെ മാറി, വളരെ ഒരു ഗ്രാമത്തിന്റെ എല്ലാ ഭംഗിയുമുള്ള ഒരിടം, വേളി, ശാന്തതയുള്ള സ്ഥലമാണ്. അതെ, മാത്രമല്ല ഇവിടെ ഒരു വാക്ക് വേ ഉണ്ടല്ലോ റീത, നമുക്ക് രാവിലെയുള്ളവർക്കൊക്കെ മോർണിംഗ് വാക്ക് എല്ലാ പ്രായക്കാർക്കും പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഒരു സൈഡിൽ പാർക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പം നടക്കാനെത്തുന്നവർക്ക് നടക്കാൻ നല്ലൊരു വാക്ക് വേ ഉണ്ട്. അപ്പുറത്ത് നല്ല കാഴ്ചകൾ കാണണമെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. 8 മണിക്കാണ് സാധാരണഗതിയിൽ ഇവിടെ വന്നു തുടങ്ങുന്നത്, ആൾക്കാർ വന്നു തുടങ്ങുന്നത് പ്രവേശനം. ആ 8 മണിക്ക് ശേഷം പിന്നെ ആൾക്കാർക്ക് നടക്കാം. ഒപ്പം തന്നെ ഇവിടെയുള്ള മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്താനും സാധിക്കും. DTPCയുടെ കീഴിലാണ്. മാത്രം നിറയെ ചെടികളുണ്ട് ഇവിടെ. ഇപ്പം ഈ നിറയെ മരങ്ങളും ഉണ്ട്. അപ്പം ഈ മരത്തിലൊക്കെ കൂട് കൂട്ടിയിട്ടുള്ള കിളികൾ ഇപ്പൊ ഉണർന്നിട്ടുണ്ട്. അതെ, കളകളാരോ ഒക്കെ കേൾക്കാൻ, പ്രേക്ഷകർക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. പിന്നെ മാത്രമല്ല തൊട്ടപ്പുറത്ത് കായലാണ്, വേളി കായലാണ്. അതായത് സമുദ്രത്തിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു മണൽത്തിട്ട. അതാണ് ഈ ഒരു പ്രദേശത്തെ വേറിട്ടതാക്കുന്നത്. അതിന് ഇപ്പുറത്ത് കായലിന് തൊട്ടടുത്ത് ഈ ഒരു പാർക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമം, വില്ലേജ് ഗ്രാമം എന്നാണ്. ഒരു വലിയ ഏരിയ തന്നെയുണ്ട്. നടന്ന ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്തിപ്പെടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വളരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ. തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന്റെ ശബ്ദം നമുക്ക് ഈ ട്രാക്ക് ഒന്ന് കാണിക്കണ്ടോ? ഞാൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോ അതിന്റെ തൊട്ടടുത്ത്. അതെ, ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ പോകാൻ, അല്ലെങ്കിൽ കുട്ടികൾ മുതിർന്നവർക്കൊക്കെ പോകാൻ തോന്നും. ഇതിനകത്ത് തന്നെ ഈ കാഴ്ചകൾ ഈ ചെറിയ മിനിയേച്ചർ ട്രെയിനിൽ പോയി കാണാനുള്ള ട്രാക്കാണിത്. ഏതാണ്ട് 2.5 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഈ ട്രാക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെ ബോട്ടിങ്ങിനുള്ള സൗകര്യം ഉണ്ട് അവിടെ. അപ്പൊ എന്താ അവിടെ ഇല്ലാത്തത്? ഇവിടെ എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ട്രിവാൻഡ്രത്ത് എത്തുമ്പോൾ എല്ലാവർക്കും ഫാമിലി, കുടുംബസമേതം വന്ന് ഉല്ലസിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് ഈ വേളി ടൂറിസം വില്ലേജ്. ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ അതിന്റെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു വരികയാണ്. കുറച്ചുകൂടെ ഒന്ന് വെളിച്ചം വന്നു കഴിഞ്ഞാൽ കൂടുതൽ വ്യക്തതയോടെ ഇതെല്ലാം കാണാം. ഇനി ഒരു സങ്കട വാർത്തയിലേക്കാണ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ വാഹനാപകടത്തിൽ 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. KSRTC ബസും പെട്ടിയോട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മുള്ളൂർക്കര സ്വദേശിനി നൂറ ഫാത്തിമയാണ് മരിച്ചത്. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് അതിന്റെ വിവരങ്ങളുമായി ചേരുന്നത്. സൂരജ്, സങ്കടകരമായ വാർത്തയാണിത്. നമ്മളെപ്പോഴും രാവിലെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകല്ലേ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും അത്തരത്തിലൊരു വാർത്തയാണ്. 4 വയസ്സുള്ള കുട്ടിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഈ അപകടത്തിൽ എന്താണ് സംഭവിച്ചത്? പ്രവിത, ഈ വാർത്താ പ്രഭാതത്തിൽ വരുന്നത് ഏറെ സങ്കടകരമുള്ള വാർത്തയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വടക്കാഞ്ചേരിയിലെ ഓട്ടുപാറ ജംഗ്ഷനിൽ വെച്ച് ഇന്നലെ രാത്രി 1:30 ഈ വാഹനാപകടം ഉണ്ടാകുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ മേഖലയിൽ നിന്ന്, അതായത് മുള്ളൂർക്കരയിൽ നിന്ന് ഇവർ വരികയായിരുന്നു. ഈ നൂറ ഫാത്തിമയാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഈ 4 വയസ്സുകാരി കുട്ടിക്ക് സുഖമില്ലാത്തതിനെ തുടർന്ന് തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഇവർ ഈ പെട്ടിയോട്ടോയിൽ മാതാവും പിതാവും കുട്ടിയും അടക്കം പോകുന്നതിനിടയിലാണ് പിന്നിലൂടെ വന്ന KSRTC ബസ് ഈ വാഹനത്തെ ഇടിച്ചു തെറിപ്പിക്കുന്നു. പിന്നീട് ഈ പെട്ടിയോട്ടോ മറിഞ്ഞാണ് ഈ കുട്ടിക്ക് അപകടമുണ്ടാകുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഈ ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടമുണ്ടാകുന്നത്. 4 വയസ്സുകാരി നൂറ ഫാത്തിമ ഇവിടെ വെച്ച് തന്നെ മരിച്ചു. പിതാവിനും മാതാവിനും ഗുരുതരമായി പരിക്കേറ്റു. 31 വയസ്സുള്ള ഉനൈസ്, അതുപോലെ തന്നെ റൈഹാനത്ത് 26 വയസ്സുള്ള മാതാവ്, അവർക്ക് 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ മാതാവിന്റെ കാലിനടക്കം ഗുരുതരമായി പരിക്കുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. 2 വാഹനങ്ങളും ഇതിനോടകം തന്നെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. നൂറ ഫാത്തിമയുടെ മൃതദേഹവും നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിലാണുള്ളത്. രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ദിവസത്തിനിടയിൽ തന്നെ ഈ മേഖലയിൽ 3 അപകടങ്ങളിലായി 3 ജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ സ്വകാര്യ ബസ്സിലേക്ക് കയറിയ വയോധിക അപകടത്തിൽപ്പെടുന്ന അവരുടെ കാലടക്കം മുറിഞ്ഞുപോയി. പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. ഒരു 96 വയസ്സുകാരൻ വയോധികനും ഈ വാഹനാപകടത്തിൽ മരിച്ചു. അങ്ങനെ അടുത്തിടെ മാത്രമുണ്ടായ വാഹനാപകടങ്ങളിൽ ഇവിടെ 3ാമത്തെ ജീവനാണ് പൊലിയുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ 1:30 ഈ മേഖലയിൽ ഈ പെട്ടിയോട്ടോയിൽ സഞ്ചരിക്കുകയായിരുന്ന കുടുംബത്തിന് പിന്നാലെ വന്ന, അതായത് പെട്ടിയോട്ടോറിക്ഷയ്ക്ക് പിന്നാലെ വന്ന KSRTC ബസ് ഈ പെട്ടിയോട്ടോറിക്ഷ ഇടിച്ചു തെറിപ്പിക്കുന്നതും ആ വാഹനാപകടത്തിൽ 4 വയസ്സുകാരിക്ക് ജീവൻ നഷ്ടമാകുന്നതിലേക്കും എത്തിയിരിക്കുന്ന പ്രവിത.
ശരി. ഓക്കെ, സൂരജിന്റെ കൈക്ക് എന്ത് പറ്റി നമ്മുടെ ചില പ്രേക്ഷകർ ചോദിക്കുന്നു അതിനിടയിൽ, എന്ത് എങ്കിൽ പരിക്ക് പറ്റിയതാണെന്ന് ചോദിക്കുന്നു. അത് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഷൂട്ടിനിടയിൽ ഒരു ചെറിയ അപകടം ഉണ്ടായതാണ്. ഒരു പാറയിൽ വീണതാണ്. കൈക്ക് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആയി വരുന്നു അല്ലേ? ഓക്കെയാണ്. ശരി സൂരജ്. അപ്പൊ എന്തായാലും ചെറിയ രീതിയിലുള്ള ഒരു പരിക്ക് വന്നതാണ്. ചില പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തത് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് കുറെ ആൾക്കാർ. അതുകൊണ്ട് അതൊന്ന് ക്ലാരിഫൈ ചെയ്താണ്. കൈക്ക് എന്ത് പറ്റിയെന്ന് ഒരുപാട് പേർ ചോദിക്കുന്നു. അപ്പോൾ ഒരു അപകട വാർത്തയാണ്, സങ്കടകരമായ വാർത്തയാണ്. 4 വയസ്സുള്ള കുഞ്ഞിന്റെ മരണമാണ് വാഹനാപകടത്തിൽ ഉണ്ടായത്. പ്രേക്ഷകരെല്ലാം അത് പറയുന്നുമുണ്ട്. വെൽക്കം ബാക്ക്. ഇപ്പൊ മോർണിംഗ് വാക്ക് നമ്മളിപ്പോൾ ഉള്ളത് വേളി ടൂറിസം വില്ലേജിലാണ്. നടത്തം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം നാളെ നടക്കാൻ പോകുന്നു. രാവിലെ 8 മണിക്കും 8:45 ഇടയിലാകും ഈ പരീക്ഷണം. ബംഗളൂരുവിലെ ഇസ്ട്രാക്കിൽ വെച്ചാകും ഡോക്കിംഗ് പരീക്ഷണം നിയന്ത്രിക്കുക. ഇന്നലെ നടത്താനിരുന്ന ഡോക്കിംഗ് പരീക്ഷണം പേടകങ്ങൾ കൃത്യമായി അകലത്തിലെത്താത്തതിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. ദൌത്യം വിജയിച്ചാൽ സ്പേസ് ഡോക്കിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ISRO ചെയർമാനായുള്ള S സോമനാഥിന്റെ ഔദ്യോഗിക കാലാവധിയിലെ അവസാന ബഹിരാകാശ പരീക്ഷണമാണ് ഇത്. അപ്പൊ എന്തായാലും ആ അഭിമാന നിമിഷത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നാളെയാണ് ആ ഡോക്കിംഗ് നടക്കാൻ വേണ്ടി പോകുന്നത്. നടക്കട്ടെ, അത് വിജയകരമായി വരട്ടെ. അങ്ങനെ ഇന്ത്യ 4ാമത്തെ അല്ലെങ്കിൽ ഡോക്കിംഗ് സാധ്യമാവുന്ന 4ാമത്തെ രാജ്യമായി മാറട്ടെ എന്നാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. ഇപ്പൊ പ്രേക്ഷകർക്കറിയാം, ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. നമ്മളെ വേളിയിലാണുള്ളത്, വേളി ടൂറിസം വില്ലേജിലാണുള്ളത്. അപ്പൊ നമ്മളിവിടെ എത്തിയതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഞാനും രചന വന്നത് സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ കലോത്സവ വാർത്തകൾ ഇല്ലാണ്ട് എന്ത് പ്രഭാതം നടത്താമല്ലേ? പിന്നെ അപ്പൊ അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് അല്ലേ? അതെ, സ്കൂൾ അനന്തകലാവരിലേക്ക്. യെസ്. അപ്പൊ 63 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപനം ഇന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെ, നമ്മൾ 5 ദിവസമായിട്ട് ട്രിവാൻഡ്രം നഗരത്തിലായിരുന്നു. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, കലോത്സവ നഗരിയിൽ മാക്സിമം എല്ലായിടങ്ങളിലും കറങ്ങി ഒരുപാട് ആൾക്കാരെ കണ്ടു അല്ലെ. നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ പലരും നമ്മളെ തേടി സ്ഥിരം പ്രേക്ഷകരെ നേരിട്ട് കാണാൻ പറ്റി എന്നുള്ളത് നമ്മുടെ വലിയൊരു സന്തോഷമാണ്. 24ന്റെ പവലിയനിലേക്ക് പ്രേക്ഷകർ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ കലോത്സവ കാഴ്ചകളൊക്കെ നല്ല അതിമനോഹരമാണ്, ഗംഭീരമാണ്. കുട്ടികളുടെ പെർഫോമൻസ് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇത്രയധികം കലാ രൂപങ്ങൾ ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു ഇടം വേറെ എവിടെയും കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ്. അപ്പോൾ അതൊക്കെ പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ അറിയാം. 14,000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തതിൽ ഏറ്റവും കൂടുതൽ പോയിന്റുമായി നിലവിൽ മുന്നേറുന്നത് തൃശ്ശൂർ ജില്ലയാണ്. 965 പോയിന്റുമായാണ് തൃശ്ശൂർ ജില്ല മുന്നേറുന്നത്. തൊട്ട് പിന്നാലെ തന്നെ കണ്ണൂരുമുണ്ട്, ഒപ്പം പാലക്കാടുണ്ട്. പാലക്കാട് ഉണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രധാന വേദിക്കരികിൽ നിള MT നിളക്കരികിൽ നിന്നും ചേരുന്നത്. നമുക്ക് സജോട് ചോദിക്കാം എന്താണ് മറ്റു വിവരങ്ങൾ എന്നുള്ളത്. സജോ, വെരി ഗുഡ് മോർണിംഗ്. യെസ്, അപ്പൊ ഇന്ന് സംസ്ഥാന കലോത്സവത്തിന്റെ അവസാന ദിനമാണ്. അപ്പൊ ഇന്ന് ആരാണ് കലാശപ്പൂരിൽ ഈ സ്വർണ്ണക്കപ്പ് അടിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വലിയ നെഗളിപ്പോടെ പറഞ്ഞതാണ് കണ്ണൂർ. കഴിഞ്ഞ 4 ദിവസം കണ്ണൂരാണ് 1ാം സ്ഥാനത്തുണ്ട്. പക്ഷേ കണ്ണൂർ സാംസ്കാരിക തലസ്ഥാനം. അതെ, എനിക്ക് തോന്നുന്നത് ഇന്നലെ അത് പറഞ്ഞപ്പോ നമ്മുടെ ഓഫീസിലൊക്കെ ഇത്ര മത്സരം നടക്കുന്നുണ്ട്. ഓഫീസിന് ഏറ്റവും കൂടുതൽ വാദിച്ചത് തൃശ്ശൂർകാരി നമ്മുടെ കൂരായണക്കാരിയാണ്. കൂരായണി കഴിഞ്ഞ ദിവസം പറഞ്ഞു അതൊന്നുമല്ല, തൃശ്ശൂർ എന്തായാലും അടിക്കും. അത് പറഞ്ഞതുപോലെ ഇപ്പൊ കോട്ടയത്തെ കുറിച്ച് പറയാനൊന്നുമില്ല. അപ്പീലൊക്കെ കുറവായിരിക്കും. അപ്പീലുകൾ വരുന്നതനുസരിച്ച് കൂടി പോയിന്റുകൾ കൂടും. അതുകൊണ്ട് കോട്ടയം 11-ലോ 12 കുറവായിരുന്നു. പക്ഷെ നമ്മള് നേടിയതാണ്, പൊരി നേടിയതാണ്. നോക്കാം. അപ്പൊ എനിവേ സജോ, തൃശ്ശൂരിനെ കണ്ണൂരിന് മറികടക്കാൻ പറ്റുമോ ഇന്ന്? ഇനി എത്ര ഇനങ്ങളാണ് ഇന്ന് പൂർത്തിയാവാൻ ബാക്കിയുള്ളത്? അപ്പോ തൃശ്ശൂരാണോ, കണ്ണൂരാണോ, പാലക്കാടാണോ, അല്ല ഇവരെല്ലാം മറികടന്ന് കോഴിക്കോടോ ഇവരുടെ കോട്ടയമോ വരാനുള്ള സാധ്യത എത്രയാണ്? വെരി ഗുഡ് മോർണിംഗ് പ്രജിനാൻ പ്രവിത. അതായത് കലോത്സവം അതിന്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്ക് കടക്കാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രവചനാതീത സ്വഭാവം ജില്ലകളുടെ കാര്യത്തിൽ, അതായത് ചാമ്പ്യൻ പട്ടത്തിന്റെ കാര്യത്തിലുണ്ട്. അതൊരു ആരോഗ്യകരമായ മത്സരമാണ്. യഥാർത്ഥത്തിൽ കപ്പുമായി കണ്ണൂരേക്ക് പോകാമെന്നാണ് ഞാനും മേഘനയും യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. ഇതെല്ലാം നമ്മളൊരു ആരോഗ്യകരമായ രീതിയിൽ പറയുന്നതാണ് എന്ന് പ്രേക്ഷകർ തിരിച്ചറിയുമെന്ന് കരുതുകയാണ്. തൃശ്ശൂർ വലിയ ആധിപത്യമുണ്ട്. കാരണം തൃശ്ശൂർ കഴിഞ്ഞ ആദ്യഘട്ടങ്ങളിൽ മുതൽ കണ്ണൂർ ഒരു ആധിപത്യം പുലർത്തിയിരുന്നു. പക്ഷേ നേരിയ വ്യത്യാസമേ ഉള്ളൂ. തൃശ്ശൂർ 965 ആണ് 2ാം സ്ഥാനത്ത്, കണ്ണൂരും പാലക്കാടും കൊണ്ട് 961.
കോഴിക്കോട് മൂന്നാം സ്ഥാനത്ത് 959. ഒരു ഡസനോളം മത്സരങ്ങളാണ് യഥാർത്ഥത്തിൽ ഇനി ബാക്കിയുള്ളത്. അതായത് 249 ഇനങ്ങൾ അല്ലേ, 249 ഇനങ്ങളാണ് ആകെയുള്ളതിൽ. ഇനി ഒരു ഡസനോളം മത്സരങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ ബാക്കിയുള്ളൂ. ഇംഗ്ലീഷ് സ്കിറ്റ്, നാടോടി നൃത്തം, അങ്ങനെയുള്ള ചില തുടർ മത്സരങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ ബാക്കിയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നേരിയ വ്യത്യാസം തന്നെ അത് പ്രകടമാകും അല്ലേ, അങ്ങനെ കരുതണം. തീർച്ചയായിട്ടും. അതായത് ഇന്ന് നമ്മൾ വലിയ ആവേശത്തിലാണ്. കാരണം ഇന്ന് സമാപന സമ്മേളനമുണ്ട് വൈകുന്നേരം. അതുപോലെ തന്നെ ഇന്ന് ഈ +2-ലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാന സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. അതുകൊണ്ട് അത് വൈകാരികപരമാണ്. കൂടാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 5 ദിവസം എന്ന് പറയുന്നത് അത് വലിയ ആഘോഷമായിരുന്നു. അത് ഈ ഒരു മാധ്യമപ്രവർത്തനം എന്നതിലുപരി അല്ലേ സജോ, വലിയ ആഘോഷമായി തന്നെയാണ് നമ്മൾ ഈ 5 ദിവസം കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഇന്ന് അവസാന ദിവസം എന്ന് പറയുമ്പോൾ നമുക്കും അതൊരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. കൂടാതെ ഈ പോയിന്റ് നിലയുടെ കാര്യം പറയുമ്പോൾ ഈ പാലക്കാട് ഇന്നലെ ഒരു വൈകുന്നേരത്തോടു കൂടിയാണ് 2ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. 3ഉം 4ഉം സ്ഥാനത്തായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നത്. പക്ഷേ 2ാം സ്ഥാനത്തേക്ക് പാലക്കാട് എത്തുന്നത് ഇന്നലെയാണ്. കൂടാതെ കണ്ണൂർ ആ ഒരു സ്ഥാനം 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും ഒരു നേരിയ പോയിന്റിന്റെ വ്യത്യാസത്തിൽ 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും കണ്ണൂർ അവരുടെ ഒരു നിലനിർത്തുന്നുണ്ട്. അതായത് 1ഉം 2ഉം സ്ഥാനങ്ങളിലായി അവരുടെ ഒരു പൊസിഷൻ നിലനിർത്തുന്നുണ്ട്. അങ്ങനെ ഒരു ശക്തമായ മത്സരം, പ്രവചനാതീതമായിട്ടുള്ള മത്സരം ജില്ലകൾ തമ്മിൽ നടക്കുന്നു. ഇന്നിനി എനിക്ക് തോന്നുന്നു 10 മത്സരങ്ങൾ, ആ മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ മത്സരങ്ങൾ ബാക്കിയാകുമ്പോൾ എന്താണ് സംഭവിക്കുക? അതായത് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പീലുകളാണ്. അപ്പീലുകൾ പരിഗണിക്കപ്പെടും. ഒരുപാട് പേർ ഈ ഗ്രേഡ് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പീലുകൾ ചാമ്പ്യൻ പട്ടത്തെ ബാധിക്കും. അതായത് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ആദ്യഘട്ടങ്ങളിൽ കാണികളുടെ ഒരു ശുഷ്കമായ സാന്നിധ്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ അതൊക്കെ മറികടക്കുന്ന രീതിയിൽ ഈ വേദി, അതായത് പ്രധാന വേദിക്ക് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് സമാപന സമ്മേളനം നടക്കാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവും ചലച്ചിത്ര താരങ്ങളും ഉണ്ട്. സമാപന സമ്മേളനം നടക്കാൻ പോകുന്നത്. ആ വേദി ഇന്നലെ നിറഞ്ഞു കവിഞ്ഞു. അതായത് 15,000-ഓളം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു വേദിയാണ്. തുടക്ക ദിവസങ്ങളിൽ പ്രധാന വേദികളിൽ നാടകവും ചില കലാരൂപങ്ങളും മാറ്റി നിർത്തിയാൽ വേദികൾ, സദസ്സുകൾ ശുഷ്കമായിരുന്നു. പക്ഷേ ഇന്നലെയോടുകൂടി തിരുവനന്തപുരം ഉണർന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഇന്നലെ സംഘനൃത്ത വേദിയിൽ ഞാനും പ്രവിധ ചേച്ചിയും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സംഘനൃത്ത വേദി എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 5 ദിവസത്തെ ഒരു കാണികളുടെ ഒരു പിൻവലിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 5 ദിവസത്തെ ഒരു പരാതി പരിഹരിക്കുന്ന രീതിയിലായിരുന്നു ഈ സെൻട്രൽ സ്റ്റേഡിയം മുഴുവൻ, അതായത് തിരുവനന്തപുരത്തെ ഒരു പകുതി ഭാഗം ജനങ്ങൾ മുഴുവനായിട്ട് ഈ സംഘനൃത്ത വേദിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. കൂടാതെ ദൃശ്യമികവ് കൊണ്ടും അതിലത്തെ ഒരു ഇതിവൃത്തം കൊണ്ടും ഒക്കെ എന്തായാലും ഇന്നറിയാം ഈ സ്വർണ്ണക്കപ്പ് ആർക്കാണ് എന്നുള്ളത്. മേഘന പറഞ്ഞുകൊണ്ടിരുന്ന സംഘനൃത്ത വേദി എത്രത്തോളം കാഴ്ചക്കാരുടെ ബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല മന്ത്രിമാരുൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സംഘനൃത്തം കാണാൻ എത്തിയിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിശദമായ സ്റ്റോറിയൊക്കെ പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്. സൗഹൃദ സംഗമം കൂടിയായി മാറി എന്ന് വേണം അത് പറയാം രാഷ്ട്രീയ നേതാക്കളുടെ. അപ്പൊ ഇനി നമുക്ക് പോകേണ്ടത് എങ്ങോട്ടാണ്? നമുക്ക് അതൊരു സ്പെഷ്യൽ സ്റ്റോറി പ്രേക്ഷകർക്ക് കൊടുക്കാം അല്ലെ. ഈ കലോത്സവ വേദികളിലൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ പലയിടത്തും നമുക്ക് ഈ തിരുവനന്തപുരം സ്ലാങ്ങിലുള്ള അല്ലെ ആ ഭാഷയുടെ സുഖം നമുക്കിങ്ങനെ അറിയാൻ കഴിയുന്നുണ്ട്. പല സ്റ്റാളുകളൊക്കെ പോകുമ്പോൾ ഇവിടുത്തുകാർ വളരെ സ്വതസിദ്ധമായ ശൈലിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകരടക്കം പലരും തിരുവനന്തപുരം ഭാഷയെ അനുകരിച്ച് തകർക്കുന്നുമുണ്ട്. ഭാഷ ഏതുമാകട്ടെ അതങ്ങനെ പരിഹസിക്കാമോ വികലമാക്കാനോ ഉള്ളതല്ല. അപ്പൊ ഭാഷയെ കുറിച്ചാണ് ഈ സ്റ്റോറി. അലക്സ് മുഹമ്മദ് എത്തുന്നു. ഭാഷാഭേദമല്ല, ഭാഷയെക്കുറിച്ചാണ്. ഇവിടെ തിരുവനന്തപുരം തന്നെ. ഓ പിന്നെ അടിപൊളിയല്ലേ? ഓ കിഴക്കും പടിഞ്ഞാറും തെക്കൊക്കെ ഉണ്ട്. ഓ ഞാൻ ഇവിടെ അടുത്ത് മലയൻകീഴ്, കാട്ടാക്കട മലയൻകീഴ്. ഇവിടെ അടുത്തേന് തമ്പാനൂർ, നമ്മള് കിളിമാനൂര്. നമ്മളിവിടെ എന്തോന്ന് കുഴപ്പം നമ്മളെ ഭാഷയ്ക്ക്. മലപ്പുറം ജില്ല. ഇവിടെ എല്ലാ പരിപാടിയും ഉഷാറാണ്. ഭാഷ എല്ലാം മനസ്സിലാവുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. കണ്ണൂർ. നമുക്ക് ഏകദേശം സെയിം ആയിട്ടാണ് തോന്നിയത്. എല്ലാ ഭാഷ മനസ്സിലാവുന്നുണ്ട്. ട്രിവാൻഡ്രത്തുള്ള ഇവിടെയുള്ള അവര് പറയുന്നത് നമുക്കും ചെറുതായിട്ടേ മനസ്സിലാവുന്നുള്ളൂ. കാരണം അവരുടെ സ്ലാങ് ഒക്കെ വേറെ അല്ലേ. ഞാൻ തൃശ്ശൂർ ജില്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ അധികം കുഴപ്പമുണ്ടായിരുന്നില്ല.
ഭാഷ വ്യത്യാസമുണ്ട്. ഉണ്ട്. നമ്മളൊക്കെ സംസാരിക്കുന്ന പോലത്തെ ഭാഷ തന്നെയായിരുന്നു, വേറെ ശൈലിയൊന്നും അല്ലായിരുന്നു. ചിരി വന്നിട്ടില്ല, അതിശയം തോന്നി, അങ്ങനെ ഒരു ഇത് തോന്നി. പലതും ഡിഫറെന്റ് ആയിരുന്നു, നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. പാലക്കാട് അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടം. എല്ലാം ഫുഡ് തൊട്ട് ഭാഷ എല്ലാം അടിപൊളി. ഇവിടെ എത്തി പത്മനാഭനെ കണ്ടാൽ തന്നെ എല്ലാം കഴിഞ്ഞു എന്നാണല്ലോ, ഇവിടെ ഫുള്ള് കണ്ട പോലെയാണ്. നമുക്ക് കാസർഗോഡ് ജില്ലയിൽ സൂപ്പറാ, നല്ല രസമാണ്, നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. മലപ്പുറം ഫ്രണ്ട്സിനെ കുറേ പത്തനംതിട്ട അങ്ങനെ നമ്മളിങ്ങനെ ഒപ്പം ഇരുന്നപ്പോൾ കുറേ സംസാരിച്ചിന് ആരോടൊക്കെ. ഞാൻ പറയണവർക്ക് മനസ്സിലാവില്ല, ഒരു പറയണ എനിക്ക് മനസ്സിലാവില്ല. നമ്മളെ ഭാഷ കേൾക്കുമ്പോൾ ചിലവർ നോക്കുന്നത്. തിരുവനന്തപുരം അടിപൊളിയാണ്, നല്ല എക്സ്പീരിയൻസ്, നല്ല വൈബുള്ള ആൾക്കാർ. ഭാഷ പ്രശ്നമൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല. സ്ലാങ് കുറച്ച് വ്യത്യാസം, കുഴപ്പമില്ല, മനസ്സിലാക്കാൻ പറ്റും. നല്ല തന്നെ തിരിയുന്നലുണ്ട്, കുഴപ്പമില്ല. 6 നാട്ടിൽ 100 ഭാഷ എന്നാണ് വെപ്പ്. നീട്ടിയും കുറുക്കിയും താളത്തിലും വേഗത്തിലും ഈണത്തിലുമൊക്കെ സംസാരിക്കുന്നതാണ് ഭാഷയുടെ ഭംഗി. ഓരോ നാട്ടിലും ഭാഷ രൂപപ്പെട്ടതിനു പിന്നിൽ ജൈവികമായ ഘടകങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് പല തരത്തിൽ ഭാഷയ്ക്ക് വ്യത്യാസം സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഈ കാഞ്ഞിരംകുളത്ത് അല്ലെങ്കിൽ ഒരു കടലിൻ്റെ ചുറ്റുപാടും തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിലുണ്ട്. അതിനെ വേർതിരിക്കാൻ ചില പാലങ്ങളെങ്കിലും ഉണ്ടാവും. ഈ മാവേലിക്കരയുടെ കാര്യം അറിയാം. മാവേലിക്കരയ്ക്ക് ഈ ആറ്റിൻ്റെ അക്കരയും ആറ്റിൻ്റെ ഇക്കരയും വേറൊരു തരം ഭാഷ. ആലപ്പുഴയിലും ഈ വേർതിരിവുകളുണ്ട്. അത് കായലാണ് അതിനെ വേർതിരിക്കുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോൾ കടലും നദിയുമാണ് അതിനെ വേർതിരിക്കുന്നത്. നെയ്യാറ്റിൻകര ടൗണിൽ സംസാരിക്കുന്ന ഭാഷയല്ല 6 കടന്ന് അമരവിളയ്ക്ക് പോകുമ്പോൾ ഉള്ളത്. ഇപ്പോൾ പിന്നെ എല്ലാവരും അഭ്യസ്തവിദ്യരായതിനു ശേഷം അവർക്കിതെന്തോ കുറവാണെന്ന് വിചാരിക്കുകയും അവിടുന്ന് കോളേജിൽ പഠിക്കാൻ വരുന്ന കുട്ടികളിൽ പലരും പാപ്പനം കൂടെ കഴിയുമ്പോഴത്തേക്കും ആ ഭാഷ എടുത്ത് ബാഗിനകത്ത് വയ്ക്കുകയും പിന്നെ തിരുവനന്തപുരത്ത് നഗരത്തിലെ ഭാഷ ഉപയോഗിക്കുകയും തിരിച്ച് വീട്ടിലെത്താറാകുമ്പോൾ പഴയ ഭാഷ എടുത്ത് അണിയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സത്യത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഭാഷ എത്ര കാലം ജീവിച്ചിരിക്കുമോ അത്ര കാലമാണ് ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യബോധത്തിന് ആയുസ്സുള്ളത് എന്ന് പറയും. അത്തരത്തിൽ സ്ഥിരമായ സ്വാതന്ത്ര്യബോധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ ഇത്തരത്തിൽ നാട്ടുഭാഷയടക്കം സ്ഥിരമായൊരു ഭാഷാ സ്വാതന്ത്ര്യബോധം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായി വരണം. ഭാഷ തിരുവനന്തപുരത്തെയോ കൊല്ലത്തെയോ കോട്ടയത്തെയോ കോഴിക്കോട്ടെയോ കാസർഗോട്ടെയോ ഏതുമാകട്ടെ, മലയാളമാണ് അമ്മ മലയാളം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ MT തലമുറകളെ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടാവണം. മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്നു കുളിർവെള്ളം, എൻ്റെ അമ്മയുടെ ശാസനയും തലോടലുമാണ്. ഏത് നാട്ടിലായാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്, എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്, എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്, എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. അഭിലാഷ് തൊഴുവൻകോടിനും യദുവിനും ശിവയ്ക്കുമൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ഒരു ഗംഭീര സ്റ്റോറിയാണ് അല്ലേ? കാരണം നമ്മുടെ നാട് അതിലെത്ര ഭാഷയുണ്ട്, എത്ര ഭാഷകൾക്ക് വൈവിധ്യമുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു കഥയാണ്. പലരും പറയുന്നു ഭാഷാ ഭേദം നല്ലതല്ല, പ്രാദേശികവാദം നല്ലതല്ല എന്ന് പറയുന്നു. അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഭാഷയുടെ വൈവിധ്യത്തെക്കുറിച്ചാണ്. അതാണ് കുട്ടികളുടെ എന്താണ് പറയുക പ്രതികരണങ്ങളിലൂടെ നമ്മൾ കാണിച്ചു തന്നത്. അതാണ് അലക്സ് ശ്രമിച്ചത് അല്ലേ?